കോമൺവെൽത്ത് ഗെയിംസ് എല്ലാം സമാധാനപരമായി അവസാനിച്ചതിന് പിന്നാലെ പാകിസ്ഥാൻ ബോക്സിംഗ് താരം ഖുദ്റത്തുള്ള ഖാനെ ടീം താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നും കാണാതായി. താരം UK-യിൽ തന്നെ തുടരാൻ വേണ്ടി മനഃപൂർവ്വം മുങ്ങിയതാണെന്നാണ് പുറത്തുവരുന്ന ശക്തമായ സൂചനകൾ. കോമൺവെൽത്ത് ഗെയിംസ് പൂർത്തിയാക്കി പാകിസ്ഥാൻ സംഘം നാട്ടിലേക്ക് തിരിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള ചില മണിക്കൂറുകളിലാണ് ഈ സംഭവം അരങ്ങേറിയിരിക്കുന്നത്. ഞായറാഴ്ച പുലർച്ചെ 2 മണിവരെ മുറിയിൽ താരത്തെ കണ്ടിരുന്നതായി പറയുന്നുണ്ട്. എന്നാൽ രാവിലെ 9 മണിയോടുകൂടി ടീം അംഗങ്ങൾ എല്ലാവരും ഹോട്ടലിന്റെ ലോബിയിൽ ഒത്തുകൂടിയപ്പോഴാണ് ഇയാളെ മാത്രം കാണാനില്ലെന്ന വിവരം വ്യക്തമാകുന്നു. താരത്തിന്റെ പാസ്പോർട്ടും റിട്ടേൺ ടിക്കറ്റും ടീം മാനേജറുടെ കൈവശമാണ്. മാത്രമല്ല തന്റെ സ്വന്തം സാധനങ്ങൾ അടങ്ങുന്ന ലഗേജുകൾ പോലും കൊണ്ടുപോകാതെയാണ് ഖുദ്റത്തുള്ള ഇപ്പോൾ അപ്രത്യക്ഷനായിരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് പാകിസ്ഥാൻ സംഘത്തിലെ മറ്റുള്ളവർ നിശ്ചയിച്ച പ്രകാരം അന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ഖുദ്റത്തുള്ളയെ കാണാതായ വിവരം ബോധ്യപ്പെട്ടതോടെ താരത്തെ കണ്ടെത്താൻ സ്കോട്ട്ലൻഡ് പോലീസും UK ഇമിഗ്രേഷൻ അധികൃതരും ചേർന്ന് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ വെച്ച് പാകിസ്ഥാൻ അത്ലറ്റുകൾ മുങ്ങുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. 2022 ബർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിനിടെ ബോക്സർമാരായ സുലൈമാൻ ബലോച്ചിനെയും നസീറുള്ള ഖാനെയും കാണാതായിരുന്നു. കൂടാതെ 2024 ഇറ്റലിയിൽ നടന്ന ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിനിടയിലും ഏഷ്യൻ സ്വർണ്ണ ജേതാവ് സുഹൈബ് റഷീദും ഇത്തരത്തിൽ മുങ്ങിയിരുന്നുവെന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ ഇവരൊക്കെ പിന്നീട് തിരിച്ചു വരികയും ഉണ്ടായിട്ടുണ്ട്. കായികമേളകളുടെ മറവിൽ രാജ്യം വിട്ടുപോകുന്ന പാകിസ്ഥാൻ താരങ്ങളുടെ ഇത്തരം തുടർച്ചയായ ഒളിച്ചോട്ടങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. കരിയറിനേക്കാൾ ഉപരിയായി വിദേശ രാജ്യങ്ങളിൽ അഭയം തേടാൻ പാകിസ്ഥാൻ കായിക താരങ്ങൾ ഇത്തരം വേദികൾ ഉപയോഗപ്പെടുത്തുന്നത് പാകിസ്ഥാൻ കായിക ലോകത്തിന് തന്നെ വലിയ ലജ്ജകരമായ അനുഭവമായി മാറിയിരിക്കുകയാണ്. പാകിസ്ഥാനിലെ കായിക താരങ്ങൾ മാത്രമല്ല ഇങ്ങനെ ഒളിച്ചോടാൻ ശ്രമിച്ചിട്ടുള്ളത്. നിരവധി മാധ്യമ പ്രവർത്തകരും സോഷ്യൽ വർക്കർമാരുമെല്ലാം വർഷങ്ങളായി ആ രാജ്യത്ത് നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ 2019 ഗുലാലൈ ഇസ്മായിൽ എന്ന പാകിസ്ഥാനി മനുഷ്യാവകാശ പ്രവർത്തക അമേരിക്കയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. പഷ്തൂൺ യുവതികളെ പാകിസ്ഥാൻ സൈനികർ പീഡിപ്പിക്കുകയും ലൈംഗിക അടിമകളാക്കുകയും ചെയ്യുന്നതായി ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തിയത് ഗുലാലൈ ഇസ്മായിൽ എന്ന 32-കാരി യുവതിയായിരുന്നു. ഇവർക്കായി പാകിസ്ഥാൻ സൈന്യം തെരച്ചിൽ നടത്തുന്നതിന്റെ ഇടയിലാണ് ഇവർ രാജ്യം വിട്ട് രക്ഷപ്പെടുന്നത്. വിമാനമാർഗമല്ല ഞാൻ അമേരിക്കയിലെത്തിയത്, എന്നാൽ തന്നെ ഇവിടെ എത്താൻ സഹായിച്ചവരുടെ പേരുകൾ പുറത്തുവിട്ടാൽ അവരുടെ ജീവന് തന്നെ ആപത്താകുമെന്നും അന്ന് അവർ പറഞ്ഞിരുന്നു. സ്വന്തം ആളുകൾ തന്നെ വെറുക്കുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ. നമുക്ക് സുഹൃത്തുക്കളെ മാറ്റാൻ കഴിയും, പക്ഷെ നമ്മുടെ അയൽക്കാരെ മാറ്റാൻ കഴിയില്ല എന്ന് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി 2003 മെയ് മാസത്തിൽ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും ഒരു അവസരം ലഭിച്ചാൽ എല്ലാവരും മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു അയൽരാജ്യമാണ് പാകിസ്ഥാൻ.